പ്രതിഷേധങ്ങൾക്കിടെ വിദ്വേഷ പ്രസംഗം ആവർത്തിച്ചും കേസെടുക്കാൻ വെല്ലുവിളിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എറണാകുളം പള്ളൂരുത്തിയിൽ തന്നെ ആദരിക്കുന്ന ചടങ്ങിൽ മന്ത്രി VN വാസവനെയും മറ്റ് രാഷ്ട്രീയ നേതാക്കളെയും വേദിയിൽ ഇരുത്തിയാണ് വെള്ളാപ്പള്ളി നിലപാട് ആവർത്തിച്ചത്. വിദ്വേഷ പ്രസംഗത്തിൽ വെള്ളാപ്പള്ളി നടേശനെ പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗും സമസ്തയും വിമർശിച്ചു. അതേസമയം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ പ്രശംസിച്ച് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ രംഗത്തെത്തി. പക്ഷെ സാമൂഹ്യ നീതിക്ക് വേണ്ടി ഞാൻ പറയും, ഇന്നും പറയും, നാളെ പറയും. എന്റെ കോലം കത്തിച്ചാലും കാന്തപുരം എന്തു കുന്തമെടുത്ത് എറിഞ്ഞാലും ഞാൻ പറയാറില്ല. മുസ്ലിം സാമുദായിക നേതാക്കൾക്കെതിരെയുള്ള വിവാദ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഒപ്പം കേസെടുക്കാൻ വെല്ലുവിളിയും. എന്നാൽ അതേ വേദിയിൽ വെച്ച് മന്ത്രി VN വാസവൻ വെള്ളാപ്പള്ളി നടേശനെ വാനോളം പുകഴ്ത്തി. യഥാർത്ഥത്തിൽ വിശ്രമ ജീവിതം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ ഊർജ്ജസ്വലനായി ഒരു നാട്ടിൽ ചരിത്രം സൃഷ്ടിക്കുന്ന രൂപത്തിലേക്ക് അദ്ദേഹം ഈ പദവിയൊക്കെ എത്തിച്ചു എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താനുള്ള നീക്കമാണ് CPIMന്റെ വെള്ളാപ്പള്ളി വിഷയത്തിലെ നിശബ്ദതയ്ക്ക് കാരണമെന്ന വിമർശനമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. സംസ്ഥാനത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതിൽ നിന്ന് സമുദായ നേതാക്കൾ പിന്മാറണം. ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞത്, അതാണ് അദ്ദേഹം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കടുത്ത വിമർശനവുമായി സമസ്തയും മുസ്ലിം ലീഗും മുന്നോട്ട് വന്നു. കാത്തു സൂക്ഷിക്കേണ്ട സൗഹൃദത്തിന്റെ മനസ്സ് നഷ്ടപ്പെടുന്നത് ശുഭലക്ഷണമല്ലെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. കേരളത്തിന്റെ ഒരു സാമൂഹ്യ അന്തരീക്ഷം സൗഹൃദത്തിന്റെ അന്തരീക്ഷമാണ്. അതിനെ ഇത്തരത്തിലുള്ള വിഷലിപ്തമായ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതേസമയം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ അവഹേളിക്കാനുള്ള ചിലരുടെ ശ്രമങ്ങൾ മതസൗഹാർദ്ദത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് ശ്രീനാരായണ ധർമ്മവേദി ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു. വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശങ്ങൾക്കെതിരെ യൂത്ത് കോൺഗ്രസും രംഗത്തെത്തി. ഭിന്നിപ്പിക്കുന്ന പ്രസ്താവന ആര് നടത്തിയാലും അംഗീകരിക്കില്ലെന്ന് DYFIയും പ്രതികരിച്ചു. പരിശോധിച്ച ശേഷം മറുപടി പറയാം എന്ന് പറഞ്ഞാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഒഴിഞ്ഞുമാറിയത്. 24 മലപ്പുറം.